الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഷീർ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാളത്തെ ബദർ നേർച്ചയിലേക്ക് ഒരുപാട് ആളുകൾ പല വിധേനയുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് വലുതും ചെറുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. നമ്മളെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന, നമ്മളെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രോഗങ്ങളെ കൊണ്ട് അല്ലാഹു തആല നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി ജോലിയുടെ ബറക്കത്തിന് വേണ്ടി ഇങ്ങനെ തുടങ്ങി പല ഉദ്ദേശത്തിലും ദുആ കൊണ്ട് വസിയത്തുള്ള ആളുകളുണ്ട്. അല്ലാഹു തആല എന്തെല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണോ മഹത്തുക്കളായ ബദരീങ്ങളെ ആണ്ടിലേക്ക് സംഭാവന നൽകിയത് അവർക്കൊക്കെ അല്ലാഹു തആല അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നല്ല റാഹത്തിൽ സന്തോഷത്തിൽ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ. وجادوا بأموالي وباعوا نفوسهم لدين الهدى في كل موطن وزمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية وشرف منهم أهل بدر إلهنا بأنواع آلائه وأعلى مزيته صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒത്തുകൂടെ അവന്റെ സ്വാലിഹായ കർമ്മത്തിൽ പെടുത്തി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ 15 ദിനങ്ങൾ നമ്മൾ ഇന്ന് കഴിഞ്ഞു. 16ാമത്തെ ദിവസത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മൾ ഇത്ര ദിവസം നോറ്റ നോമ്പുകൾ, നിസ്കരിച്ച നിസ്കാരങ്ങൾ, എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ പവിത്രമായ ദിനരാത്രങ്ങളാണ്. അല്ലാഹു തആല ആ ദിനരാത്രങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും അവർ അതുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാന്മാരായ ബദരീങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് വലിയ ആവേശവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാമിലെ യുദ്ധങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലെ വിമർശന ബുദ്ധിയോടുകൂടെ നോക്കിക്കാണുന്ന ആളുകൾ ഇസ്ലാമിലെ ഓരോ യുദ്ധങ്ങളെയും മുൻനിർത്തി ഇസ്ലാം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇസ്ലാമിന്റെ തുടക്കം മുതലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റു സംവിധാനങ്ങളിലൊക്കെ അതിനുള്ള പ്രചാരണത്തിനുള്ള ഉപാധികൾ വർദ്ധിച്ച സമയത്ത് അത് എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിൽ ഇസ്ലാമിനെ പൊതുവെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്നുള്ളത് അക്രമത്തിന്റെയോ അനീതിയുടെയോ നിലപാടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ സൂക്തമായ ഖുർആനിലെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ആയത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അർ-റഹ്മാൻ. ഈ ലോകത്ത്, ഈ ഐഹിക ലോകത്ത് മുസ്ലിമിനും അമുസ്ലിമിനും വ്യത്യാസമില്ലാതെ കരുണ ചെയ്യുന്നവൻ എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മൊത്തം അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെല്ലാം എല്ലാ മനുഷ്യനെയും നീതിയുടെ മുഖത്തോടുകൂടെ നോക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഉദുഉ അലൽ മുശ്രികീൻ, നബിയേ തങ്ങളെ മുശ്രിക്കീങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കണം. മുശ്രിക്കീങ്ങൾ നമ്മളങ്ങനെ പല നിലക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരെ അല്ലാഹുവിനോടൊന്ന് ആവലാതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നങ്ങൾ തീരാൻ മാത്രമേ ഉള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ലം ഉബ്അസ് ലഅന, എന്നെ പറഞ്ഞയക്കപ്പെട്ടത് ശപിക്കുന്നവനായിട്ടല്ല, ഇന്നമാ ബുഇത്തു റഹ്മതൻ, എന്നെ പറഞ്ഞയക്കപ്പെട്ടത് കാരുണ്യവാനായിട്ടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറയുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇസ്ലാം യുദ്ധങ്ങൾ, ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ള യുദ്ധങ്ങൾ അത് അനിവാര്യ ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 70 ചില്ലാനം ആയത്തുകളിൽ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇസ്ലാം യുദ്ധത്തിന് അനുമതി നൽകിയത്. ഒരു യുദ്ധത്തിന്റെ പേരിൽ മാത്രം ഇസ്ലാമിലെ ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തുകയാണെങ്കിൽ പോരാട്ടങ്ങളും സംഘടനകളും ഇല്ലാത്ത രാഷ്ട്രങ്ങൾ ലോകത്തേതാണുള്ളത്? ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാവപ്പെട്ട എത്ര ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ GCC കൺട്രികളിൽ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധങ്ങളില്ലാത്ത, സംഘടനകളില്ലാത്ത രാഷ്ട്രങ്ങൾ എവിടെയാണുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന രാഷ്ട്രത്തലവൻ അനിവാര്യ ഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊറുതുമുട്ടിയ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മാത്രമാണ് യുദ്ധത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയത്. ഇതിന്റെ മുമ്പ് ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി ഒരു കൽപ്പനയും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പ്രധാനമായും പറയുന്ന കാര്യം പരിശുദ്ധമായ ഖുർആനിൽ ശത്രുക്കളെ മൊത്തത്തിൽ കൊന്നെടുക്കാനുള്ള നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണമായവർ പറയുന്നത് വഖ്തുലുൽ മുശ്രികീന കാഫ, മുശ്രിക്കീങ്ങളെ മൊത്തത്തിൽ നിങ്ങൾ കൊല്ലണമെന്ന അർത്ഥം വരുന്ന ഒരായത്താണ് അത് തെളിവായി അവർ വെക്കുന്നത്. എന്നാൽ ഈ ആയത്തിന്റെ സന്ദർഭവും അതിന്റെ അവസരവും എന്താണെന്ന് മനസ്സിലാക്കാതെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാദം അവർ പുറത്തെടുക്കുന്നത്. വഖ്തുലുൽ മുശ്രികീന കാഫ എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ തന്റെ എതിരാളിയായ ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അവര് വകവരുത്തണമെന്നാണ് അതിന്റെ അർത്ഥം. അത് എല്ലാവരും യുദ്ധത്തിന്റെ രീതിയായി കാണുന്ന ഒരു കാര്യമാണല്ലോ. തന്റെ എതിരാളിയെ യുദ്ധമുഖത്തിൽ നിന്ന് കണ്ടുമുട്ടിയാൽ പിന്നെ അയാളെ കെട്ടിപ്പൊളിച്ച് ഉമ്മ വെക്കുകയാണോ ചെയ്യേണ്ടത്?
അത് യുദ്ധത്തിന്റെ രീതിയാണ്. യുദ്ധമുഖത്ത് നിന്ന് ഒരു ശത്രുവിനെ കണ്ടാൽ കൊല്ലുക എന്നത്. അതാണ് വഖ്തുൽ മുശ്രിക്കീന കാഫ എന്ന് പറയുന്ന ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയം അത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മാനവികതയുടെയുമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ മുസ്ലിം, മുഅ്മിൻ എന്നൊക്കെയാണ്. എന്താണ് മുസ്ലിം എന്നുള്ളതിന്റെ അർത്ഥം? സമാധാനം നൽകുന്നവൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ എന്നൊക്കെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂൽ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ. അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനാവുകയില്ല എന്ന് 3 തവണ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ കേട്ടുന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ മുഅ്മിനാകാതിരിക്കുക? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലദീ ലാ യഖ്മനു ജാറുഹു ബവാഇഖഹു, അവന്റെ വിപത്തുകളിൽ നിന്ന്, അവന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവന്റെ അയൽവാസി രക്ഷപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരുത്തൻ മുഅ്മിനാവുകയില്ല എന്ന് റസൂൽ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനാവുന്നതിനുള്ള പൂർണ്ണ മുഅ്മിനാകണമെങ്കിൽ അവർക്ക് റസൂൽ വെച്ച നിർദ്ദേശം, അവനിൽ നിന്ന് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളെ മൊത്തം കൊന്നൊടുക്കണമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം ആയിരുന്നെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഹബീബായ റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹിന്റെ ചരിത്രം പറയുന്നത് കാണാം, റസൂലുള്ളാഹിന്റെ ചരിത്രം ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ യുദ്ധത്തിന്റെ പടയെങ്കിൽ ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധ സമയത്ത് പോലും മാനവികതയുടെ മൂല്യങ്ങളെ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ഞാനും എന്റെ ഉപ്പ ഹുസൈൻ എന്നവരും നമ്മൾ രണ്ടാളും ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് വരുന്ന സമയത്ത് ഖുറൈശികൾ ഞങ്ങളെ കണ്ടു. ഖുറൈശികൾ ഞങ്ങളെ തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിനെ ലക്ഷ്യം വെച്ചിട്ടാണോ പോകുന്നത്? അപ്പൊ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ മദീനയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളോട് കരാറ് വാങ്ങി, നിങ്ങൾ മുഹമ്മദിന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പോകാൻ പാടില്ല, മദീനയിലേക്ക് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് കരാറ് വാങ്ങി. ആ കരാറ് വാങ്ങിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരുന്നിട്ട് ഞങ്ങൾ ആ വിവരം പറഞ്ഞു. റസൂലുള്ളാഹിനോട് ആ വിവരം പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക, അവരുടെ ആ കരാറിനെ നിങ്ങൾ പാലിക്കുക, അവരുടെ മേൽ ഞാൻ അല്ലാഹുവിനോട് നമ്മുടെ സഹായം ചോദിക്കും. വളരെ തുച്ഛമായ മുഅ്മിനീങ്ങൾ മാത്രം, സഹാബത്ത് മാത്രമുള്ള യുദ്ധം. അപ്പുറത്താണെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി, ഇതിന്റെ ഇരട്ടി ആളുകളുള്ള സന്ദർഭത്തിലും ആ ശത്രു സമൂഹത്തിൽ നിന്ന് കരാറെടുത്ത സ്വഹാബിയായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ മാനവികത. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മഹാനവറുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറഖത്ത് എന്ന് പറയുന്ന കബീലയിലേക്ക് പറഞ്ഞയച്ചു. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഹിറഖത്ത് കബീലയിൽ ഞങ്ങൾ നേരത്തെ എത്തി. അവിടെ എത്തിയ സമയത്ത് അവരുമായി ഞങ്ങൾ സംഘട്ടനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരാളുമായി ഞാനും അൻസാരികളിൽ നിന്നുള്ള ഒരാളും ഏറ്റുമുട്ടിയ സമയത്ത്
അയാൾ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. വഖഫ അൻഹുൽ അൻസാരിയോ, അൻസാരിയായ സഹാബി അദ്ദേഹത്തിനെ ഒഴിവാക്കി വിട്ടു. എന്നാൽ ഞാൻ എന്റെ കുരുതമെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കുത്തി കൊലപ്പെടുത്തി. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ വിവരമെത്തി. റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനുഷ്യൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ മനുഷ്യനെ കൊലപ്പെടുത്തിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു. പറയാണ്. അപ്പൊ ഞാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നമാ കാന മുതഅബ്ബിദൻ, അയാൾ അങ്ങനെ പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി പറഞ്ഞതല്ല. അപ്പോഴും റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, തൗഹീദിന്റെ വചനം ഉച്ചരിച്ചതിന് ശേഷം നീ അവരെ പകവെത്തിയോ? ഇതാണ് ഇസ്ലാമിന്റെ രീതി. അതുവരെ ശത്രു സൈന്യത്തിൽ വെച്ച് ഒരുപാട് മുസ്ലിം സൈന്യത്തിൽ വെച്ച് സ്വഹാബത്തിനെ കൊന്ന വധിച്ച ആള് തന്റെ നേരെ വാളൂന്നിയ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവനെ പോലും ആക്രമിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹിയുടെ അധ്യാപനം. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ യുദ്ധങ്ങൾ വെച്ച് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമായി ചിത്രീകരിക്കാൻ യാതൊരു വഴിയുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വളരെ വലിയ വരൾച്ച നേരിട്ട സമയത്ത്, എത്രത്തോളം എന്ന് വെച്ചാൽ ആളുകളൊക്കെ വരൾച്ചയുടെ കാഠിന്യം കൊണ്ട് മനുഷ്യരുടെ ശവങ്ങളായി മാറുകയാണ്. മനുഷ്യർ ജീവിച്ചിരിക്കുന്ന മനുഷ്യര് എല്ലുകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരതിന് പരിഹാരമായി അവസാനം അവർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, മക്കയിലെ കാഫിറുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക തസ്ഉമു അന്നക ബുഇത്തു റഹ്മതൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ റഹ്മത്ത് കാരുണ്യവാനായിട്ടാണ് പറഞ്ഞേക്കപ്പെട്ടത് എന്ന്. നിങ്ങളെ സമുദായം ഇവിടെ വെള്ളവും മറ്റു ഭക്ഷണങ്ങളൊന്നും കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് മഹാനായ റസൂലുള്ളാഹിനോട് മക്കക്കാരായ കാഫിറുകൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്ന് ആവശ്യപ്പെടുകയാണ്. ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന്റെ വചനങ്ങളുമായി തൗഹീദിന്റെ വചനങ്ങളുമായി മഹാന്മാരായ സ്വഹാബത്തിനോട് അവിടുത്തെ കുഫാരികളായ ഖുറൈശികളുടെ അടുത്ത് വന്നപ്പോൾ സ്വഹാബത്തിനെയും അതുപോലെ തന്നെ റസൂലുള്ളാഹിയെ വിരോധം ഏർപ്പെടുത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹിയെ സ്വഹാബത്തിനോട് ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ പച്ചില വരെ റസൂലുള്ളാഹിയും സ്വഹാബത്തിനും ഭക്ഷിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടാക്കിയ ഖുറൈശികളാണ് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നബിയേ നിങ്ങൾ റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹിനോട് വന്ന് മക്കക്കാരായ ഖുറൈശികൾ പറയുകയാണ്. റസൂലുള്ളാഹി അവിടുന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച വളരെ ശക്തമായ മഴ പെയ്തു. മഴ കാരണം പ്രളയം പേടിച്ചു. പിന്നെയും ഈ മക്കക്കാരായ കാഫിറുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയേ മുഹമ്മദ് ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം.
അങ്ങനെ നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തു. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാനവികത, സഹിഷ്ണുതയുടെ മാർഗം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താകുന്ന ഈ ശരീഅത്ത് ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പ്രചോദിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വാക്കുകളോ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും വർത്തമാനങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണ പരത്തുന്നവരിൽ നിന്ന് മാറി നിൽക്കാനും തെറ്റിദ്ധാരണയിൽ ഉൾപ്പെട്ട ആളുകളെ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റി നിർത്താനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല എല്ലാവിധ ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ തൃപ്തി എന്നുള്ള ഈ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് എന്നുള്ളത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, വഅദല്ലാഹു ലിൽ-മുഅ്മിനീന വൽ-മുഅ്മിനാതി ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ. മുഅ്മിനീങ്ങൾക്കും വിശ്വാസികൾക്കും വേണ്ടി അല്ലാഹു തആല അടിയിലൂടെ അടിയിലൂടെ സ്വർഗം സംവിധാനിച്ചിരിക്കുന്നു. അല്ലാഹു തആല വാഗ്ദത്തമിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്ന് പറഞ്ഞു അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറയുകയാണ്, വലിദ്വാനു മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് ആ സ്വർഗത്തിനേക്കാൾ ഏറ്റവും വലിയ കാര്യമെന്ന് അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. മഹാന്മാരായ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ മഅരിഫത്ത് കിട്ടിയ ഔലിയാക്കൾ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗ്ഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇതാണ് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം. എന്നാൽ മഅരിഫത്തിന്റെ പദവിയിലേക്ക് ഉയർന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവർ നിസ്കരിക്കുമ്പോൾ എന്ത് അമൽ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകും, അല്ലാഹുവിന്റെ അടുത്ത് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. സ്വർഗം കിട്ടിയാലും വേണ്ടിയില്ല, നരകം കിട്ടിയാലും വേണ്ടിയില്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ തൃപ്തിപ്പെട്ടവനാകണം. ഇതാണ് ആരിഫീങ്ങളുടെ മനസ്സിൽ അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, സ്വർഗ്ഗക്കാരായ ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു തആല സ്വർഗ്ഗക്കാരോട് ചോദിക്കും, ഹൽ റദീതും, നിങ്ങൾക്ക് ഈ സ്വർഗ്ഗത്തെ കിട്ടി തൃപ്തിയായിക്കണോ എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് തിരിച്ച് സ്വർഗ്ഗക്കാർ പറയും, വമാ ലനാ ലാ നർദാ, എങ്ങനെ ഞങ്ങൾക്ക് തൃപ്തിയാവാതിരിക്കാൻ? يا رب وقد أعطيتنا ما لم تعطي أحدا من خلقك. നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഞങ്ങളല്ലാത്ത സ്വർഗ്ഗക്കാരല്ലാത്ത മറ്റൊരാൾക്കും നൽകാത്ത എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനത്തെ അനുഗ്രഹത്തിന് ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കാനാണ് എന്ന് സ്വർഗ്ഗക്കാരൻ മറുപടി പറയുമ്പോ അല്ലാഹു തആല അവരോട് പറയുന്നതാണ്, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക. നാളെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് വലുത് നിങ്ങൾ വിചാരിച്ചില്ല, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ അവിടുന്ന് സ്വർഗ്ഗക്കാര് ചോദിക്കും, ഇതിനേക്കാൾ ഈ സ്വർഗ്ഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹം ഇനി എന്താണുള്ളത്? അല്ലാഹു തആല അവിടുന്ന് സ്വർഗ്ഗക്കാരോട് പറയും, ഉഹില്ലു അലൈക്കും രിദ്വാനി, എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു. വലാ അസ്ഖതു ബഅദഹു അബദാ, ഇനി ഒരിക്കലും ഞാൻ
നിങ്ങളോട് ദേഷ്യം വെക്കില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുഹദ്ദിസീങ്ങളെ അവിടുന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ലോകത്തൊരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. മുഅ്മിനീങ്ങൾക്ക് ആ തൃപ്തി ലഭിക്കുക സ്വർഗ്ഗത്തിൽ വെച്ചിട്ടാണ്. സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ തൃപ്തി. എന്നാൽ ഈ അനുഗ്രഹമാകുന്ന അല്ലാഹുവിന്റെ തൃപ്തി, ഈ തൃപ്തി ദുനിയാവിൽ നിന്ന് കിട്ടിയ ഒരു കൂട്ടരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. മറ്റുള്ള സൃഷ്ടികൾക്കൊന്നും അല്ലാഹു തആല തൃപ്തി ഇവിടെ വെച്ച് നൽകൂല. അതാണ് ഹദീസിൽ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് അതിന്റെ ആ ഒരു മാധുര്യൊക്കെ അറിഞ്ഞിരിക്കുന്ന അവസരത്തിൽ അവസാനമാകാൻ തൃപ്തി അല്ലാഹു തആല കൊടുക്കുക. എന്നാൽ സ്വഹാബികൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി അത് ദുനിയാവിൽ നിന്ന് അല്ലാഹു തആല കൊടുക്കും. അതാണ് സൂറത്തുൽ തൗബയിൽ പറഞ്ഞത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും ഇസ്ലാമിലേക്ക് മുൻകടന്നവരും അവരോട് പിൻപറ്റിയ മറ്റുള്ള സ്വഹാബത്തും അവരെല്ലാവരും റളിയല്ലാഹു അൻഹും അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദുനിയാവിൽ തന്നെ കൈവരിച്ച മഹാന്മാരാണ് അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ. ആ സ്വഹാബികളിൽ നിന്ന് തന്നെ അല്ലാഹുവിന്റെ തൃപ്തി പൂർണ്ണമായ നിലയ്ക്ക് ലഭിച്ചവരാണ് മഹത്തുക്കളായ ബദരീങ്ങൾ. ബദരീങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി, സ്വഹാബികൾക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബദരീങ്ങൾക്ക് ആ തൃപ്തിയുടെ പൂർണ്ണത ലഭിച്ചവരാണ്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ ഇത്തലഅ അലാ അഹ്ലി ബദർ. അല്ലാഹു തആല ബദരീങ്ങളിലേക്ക് വെളിവായി എന്നിട്ട് ഫഖാൽ, അല്ലാഹു തആല ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബികളോട് അല്ലാഹു തആല പറയും, ഇഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിങ്ങൾ എന്തും ചെയ്തുകൊള്ളുക, നിങ്ങൾക്കെല്ലാം അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല മഹാന്മാരായ ബദരീങ്ങളോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്റെ ബദരീങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, ബദരീങ്ങൾ സ്വഹാബികളിൽ നിന്ന് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ പൂർണ്ണമായി തൃപ്തിപ്പെട്ട സ്വഹാബത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി അല്ലാഹുവിന്റെ തൃപ്തി നേടിയവരാണ് മഹത്തുക്കളായ ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവർക്ക് ആ ഗ്യാരണ്ടി നൽകിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക. മറ്റൊരു ഹദീസിൽ റസൂൽ പറയുന്നത് കാണാം, ഇന്നി ലഅർജു അല്ലാ യദ്ഖുലന മൻ ശഹിദ ബദറാ. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബികളെ അവർ നരകത്തിൽ കടക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ തൃപ്തി ഏറ്റവും പൂർണ്ണമായ നിലയ്ക്ക് ലഭിച്ചവരാണ് ബദരീങ്ങൾ. അതുകൊണ്ടാണ് ബദരീങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ലഭിച്ചത്. എന്താണ് ബദരീങ്ങൾക്ക് ഇങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി പൂർണ്ണമായ രൂപത്തിൽ ലഭിക്കാൻ കാരണം? അതാണ് ബദർ പാടിയത്, വജാദൂ ബി അംവാലി വബാഉ നുഫൂസഹും ലീനിൽ ഖുദാ ഫീകും ലിമൗതിനി അസ്ബതി مولاي صلي وسلم.
بك خير الخلق كلهم ബദരീങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനിന്റെ അങ്ങേയറ്റത്തെ ആളവിലെത്തിയതുകൊണ്ട് അവരവരുടെ മുതലിനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അവരവരുടെ ശരീരത്തിനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരെ അവരുടെ ശരീരത്തിന്റെ മറ്റെല്ലാ ആഗ്രഹങ്ങളെക്കാളും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരത്തിനെ മാറ്റിവെച്ചവരാണ്. അവർക്ക് അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ല. അവരുടെ ആഗ്രഹങ്ങൾ മൊത്തം അല്ലാഹുവിന്റെ ദീനിന്റെ അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്. അതുകൊണ്ടാണ് ആയിരത്തിലധികം വരുന്ന ശത്രു സൈന്യമാണ് ഞങ്ങളെ നേരിടാനിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നിലെ തുച്ഛം വരുന്ന സഹാബത്ത് അണിനിരക്കാൻ കാരണം അവരെ മുന്നിൽ നയിച്ച അവരുടെ ആയുധം അവരുടെ പൂർണ്ണമായ ഈമാനാണ്. അവരുടെ മനസ്സിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ബദരീങ്ങളിൽ നിന്ന് നമ്മളെ പകർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതാണ്. പുതിയ കാലത്ത് പുതിയ സമൂഹം പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ തീരുമാനങ്ങൾ. എന്റെ ശരീരത്തിന് സുഖമെന്ന് തോന്നുന്ന, എന്റെ ശരീരത്തിന് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. എന്നാലേ എന്റെ ജീവിതത്തിന് ആസ്വാദനം ലഭിക്കുകയുള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ പുതിയ സമൂഹം കടന്നു. പുതിയ സമൂഹത്തിൽ നിന്ന് നിരന്തരം ഇത് കേട്ടുകൊണ്ടിരിക്കുമോ പഴയ കാലത്ത് മൂല്യങ്ങളെ പിടിച്ച് ജീവിച്ചിരുന്ന നമ്മളിലേക്കും അതിൽ നിന്നുള്ള ചെറിയ കണികകൾ കയറിക്കൊണ്ടിരിക്കുന്നോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ബദരീകൾ അവരുടെ ശരീരത്തിന് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ദേഹേച്ഛയം പിൻപറ്റാത്തവരാണ്. ആ രൂപത്തിലേക്ക് നമ്മളും ഏതൊരു പ്രവർത്തനത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് ഈ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ എന്നിൽ നിന്ന് ഈ പ്രവർത്തനത്തിലൂടെ സംഭവിക്കുമോ ആ ഒരു പ്രവർത്തനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. കാരണം അത് കടന്നു കഴിഞ്ഞാൽ തെറ്റുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തെറ്റാകുമ്പോ ചെയ്യുമ്പോ ഒരു രസം കിട്ടും, ചെയ്യുമ്പോ ഒരു ആനന്ദം കിട്ടും. ആ ഒരു ആനന്ദത്തിലേക്ക് നമ്മൾ ചെന്നെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വഴിയിൽ കടക്കുന്ന അവസരത്തില് ശരീരത്തിന് നമ്മൾ പ്രാമുഖ്യം നൽകണം. നമ്മുടെ ദേഹമാക്കി നിർത്തണം. അതാണ് ബദരീങ്ങൾ ചെയ്തത്. അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ അവർ മാറ്റി നിർത്തി. വളരെ തുച്ഛമായ ഈ ഒരു സൈന്യം വളരെ വലിയ ഇരട്ടിക്കണക്കിന് ആളുകളുള്ള ശത്രു സൈന്യത്തിനോട് ഏറ്റുമുട്ടിയാൽ അവരുടെ ശരീരം ബാക്കിയുണ്ടാകുമോ എന്നവർക്കറിയില്ല. പക്ഷെ അവരുടെ ശരീരം ബാക്കിയുണ്ടാകലല്ല അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആവശ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അതിന് അവർ അല്ലാഹുവിന്റെ മാർഗത്തിനെ തെരഞ്ഞെടുത്തു. ബദരീങ്ങളുടെ ഓരോ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും ബദരീങ്ങളിൽ നിന്ന് വലിയ പ്രായമായവരുണ്ട്, വളരെ ചെറിയ കുട്ടികളുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു പറയുകയാണ്, ബദറിന്റെ ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എന്റെ കൂടെ എന്റെ ചെറിയ സഹോദരൻ ഉമൈർ ബിൻ അബീ വഖാസ് ഉണ്ട്. ഒളിച്ചു നിൽക്കുകയാണ്. എന്ത് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്താ
നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ സഹോദരൻ അവിടുന്ന് പറയുകയാണ്, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹ്, എന്നെ റസൂലുള്ളാഹ് കാണുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. എന്നെ കാണും റസൂലുള്ളാഹ് കണ്ടാൽ ഫയസ്തസ്വറനി, ഞാൻ ചെറിയ ആളാ, യുദ്ധത്തിന് പ്രായമെത്തിയിട്ടില്ല എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലാകും. ഫയറുദ്ദനി, എന്നെ റസൂലുള്ളാഹ് മടക്കി അയക്കും. വഅന ഉഹിബ്ബുൽ ഖുറൂജ, ഞാൻ നിങ്ങളോടുകൂടെ യുദ്ധത്തിൽ പുറപ്പെടാൻ താല്പര്യപ്പെടുന്നു. ലഅല്ലല്ലാഹു അൻ യർസുഖനി ഷഹാദ, ഷഹീദത്തിന്റെ പദവി, ഷഹാദത്തിന്റെ പദവി, ശുഹദാഇന്റെ പദവി അല്ലാഹു തആല എനിക്ക് നൽകാനും മതിയല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നതാരാണ്? 16 വയസ്സ് മാത്രം പ്രായമുള്ള സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ സഹോദരനാകുന്ന ഉമൈർ ബിൻ അബീ വഖാസ്. ഒളിഞ്ഞ് കളിച്ചെങ്കിലും അവസാനം റസൂലുള്ളാഹ് മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹ് കാണുകയാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലായി അയാൾ ചെറിയ കുട്ടിയാണെന്ന്. റസൂലുള്ളാഹിക്ക് ഫസ്തസ്വറഹു, റസൂലുള്ളാഹ് ഇത് ചെറിയ കുട്ടിയാണെന്ന് മനസ്സിലാക്കി. ഫറദ്ദഹു, ആ കുട്ടിയോട് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടു. ഫബകാ, അവിടുന്ന് കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, ശുഹദാഇന്റെ പദവിയിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് അവിടുന്ന് കരയുകയാണ്. ഫഅജാസഹു, റസൂലുള്ളാഹ് മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ഫഖുതില വഹുവ ഇബ്നു 16, മഹാനവറുകൾ ബദറിൽ 16 വയസ്സുള്ള ഉമൈർ ബിൻ അബീ വഖാസ് മഹാനവറുകൾ ബദറിൽ ഷഹീദാവുകയാണ്. ഇതാണ് ബദരീങ്ങളുടെ ഈമാൻ. അവർക്ക് ചെറുപ്പമെന്നോ വലുപ്പമെന്നോ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അള്ളാന്റെ മാർഗ്ഗത്തില് അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അടക്കളത്തിലേക്ക് ഇറങ്ങിയവരാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മുഅബ്ബിദ് മുആദ് റളിയല്ലാഹു അൻഹുമാ ചെറിയ കുട്ടികളാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാം, ബൈനമാ അന വാഖിഫുൻ ഫിസ്സഫി യൗമ ബദർ, ബദറിന്റെ ദിവസം ഞാൻ ഇങ്ങനെ സഫിൽ അണിനിരന്ന സമയത്ത് ഞാൻ എൻ്റെ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും നോക്കി. ആ സമയത്ത് ഫൈദാ അന ബൈന ഗുലാമൈനി മിനൽ അൻസാരി ഹദീസത്തുസ്സിൻ, വളരെ ചെറിയ പ്രായക്കാരായ 2 കുട്ടികളാണ് എൻ്റെ ഇടത്തെ ചെവിയിലും വലത്തെ ചെവിയിലും. തമന്നൈതു ലൗ കുൻതു ബൈന ഉലബിൻഹുമാ, അവരെക്കാൾ കുറച്ചുകൂടി ഇതരായ ആളുകളായിരുന്നു എൻ്റെ 2 ചെവിയിലായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ വലത്തെ ചെവിയിലുള്ള ആള് എന്നെ തോണ്ടി വിളിച്ചു, എന്നോട് ചോദിച്ചു, അബൂജഹലിനെ അറിയോ? ആരാണ് ഈ അബൂജഹൽ? ചെറിയ കുട്ടിയെ ചോദിക്കുന്നത്. അബൂജഹലാണെങ്കിൽ എതിർപക്ഷത്തുള്ള ഏറ്റവും അവരുടെ ലീഡറാണ്, ധീരനാണ്, ശത്രുക്കളുടെ പക്ഷത്തു നിന്നുള്ള ലീഡറാണ്. ഈ ലീഡറെ കുറിച്ചാണ് ഈ കുട്ടി ചോദിക്കുന്നത്. ആയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ വലത്തെ ഭാഗത്ത് നിന്നുള്ള കുട്ടി ചോദിക്കുന്നത്, ഹൽ തഅരിഫു അബാ ജഹൽ, നമുക്ക് അബൂജഹലിനെ അറിയാമോ? അപ്പോ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എല്ലാം അബൂജഹലിനെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ടുള്ള കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് പറയാണ്, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അബൂജഹൽ
റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബൂജഹലിനെ ഞാൻ കണ്ടുമുട്ടിയാൽ ഞങ്ങളിൽ നിന്നുള്ള ഞാനോ അയാളോ രണ്ടാളൊരാള് കൊല്ലപ്പെട്ടിട്ടില്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് അവിടുന്ന് ആ കുട്ടി പറയുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇടത്തെ ഭാഗത്തുള്ള കുട്ടി അവിടുന്ന് തോന്നി പിടിച്ചിട്ട് ഈ സംഗതിയെ പറഞ്ഞത്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാണ്, ബദർ യുദ്ധം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശത്രുപക്ഷത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അബൂജഹലിനെ ഞാൻ കണ്ടപ്പോ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അബൂജഹലിനെ കാണിച്ചു കൊടുത്തു. അലാ തറയാൻ, അബൂജഹലിനെ കാണുന്നില്ലേ? അലാ സാഹിബുക്കും അല്ലദീ തസ്അലാനി അൻഹു, നിങ്ങൾ ചോദിച്ച ആ മനുഷ്യൻ അതാ എന്ന് പറഞ്ഞപ്പോ അബൂജഹലിന്റെ അടുക്കേക്ക് ഈ രണ്ട് ചെറിയ കുട്ടികളെ പോയിക്കൊണ്ട് അബൂജഹലിനെ വധിക്കുകയാണ്. ശത്രുക്കളുടെ ലീഡറായ അബൂജഹലിനെ വധിക്കുന്നത് മുസ്ലിം സൈന്യത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മുആദ് മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരും പോയിക്കൊണ്ട് അബൂജഹലിനെ വധിക്കുകയാണ്. വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് അവര് വധിച്ച വിവരം പറഞ്ഞു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യിക്കുമാ ഖതല, നിങ്ങളിൽ നിന്ന് ആരാണ് അബൂജഹലിനെ വധിച്ചത്? അപ്പൊ രണ്ടാളും പറഞ്ഞു, അന ഖതൽതുഹു, ഞാനാ വധിച്ചത്. നന്മയിലേക്ക് ഉളരാനുള്ള ഒരു ആഗ്രഹം, അതിന്റെ പേരിലാണ് രണ്ടാളും അങ്ങനെ പറയാൻ കാരണം. നന്മയുടെ കാര്യങ്ങളിൽ ഒരു മത്സരബുദ്ധി അത് നല്ലതാണ്. നന്മയുടെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനേക്കാൾ നന്മ ചെയ്യുന്നവരാണ്, അദ്ദേഹത്തിന് നന്മ പറയണമെന്നില്ല, അദ്ദേഹത്തിനേക്കാൾ വിവാദത്ത് ചെയ്യുന്നവരായി ഞാൻ മാറണം എന്നൊരു വാശി നന്മയുടെ കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് അത് നല്ല സ്വഭാവമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അസൂയ വെക്കാം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടെങ്കിൽ എൽമിന്റെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലാണ്. ഒരാൾക്ക് കൂടുതൽ എൽമുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണം എന്നൊരു ഒരു രൂപത്തില് അയാളെ എനിക്ക് പോകണമെന്നല്ല, അയാളേക്കാൾ കൂടുതൽ എൽമ എനിക്ക് വേണം, അതുപോലെ അയാളേക്കാൾ ഒരു ആദ്യമായി എനിക്ക് മാറാൻ കഴിയണം എന്നുള്ളൊരു ചിന്ത ആ വിഷയത്തിൽ ഉണ്ടാകുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. ആ ഒരു അർത്ഥത്തിലാണ് മഹാനായ അവിടുന്ന് പറഞ്ഞത്. രണ്ടാളും പറഞ്ഞു രണ്ടാളും അവിടുന്ന് ഞാനാണ് പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരുമാണ് അബൂജഹലിനെ കൊന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. ഇതാണ് ബദരീങ്ങളിൽ നിന്ന് പ്രായം വളരെ കുറഞ്ഞ മഹത്തുക്കളായ ബദരീങ്ങളിൽപ്പെട്ട മുആദ് മുഅബ്ബിദ് ഉമൈർ ബിൻ അബീ വഖാസ് എന്നിവരുടെ ചരിത്രം. അതുപോലെ തന്നെയാണ് ബദരീങ്ങളെല്ലാവരും അവരുടെ ഉള്ളിലെ അചഞ്ചലമായ വിശ്വാസം കാരണം അവരെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ ബദർ നാളെ ബദർ 17 ഈ ദിവസത്തിന് ഒരു പേരുണ്ട്, യൗമുൽ ഫുർഖാൻ. എന്താണ് യൗമുൽ ഫുർഖാൻ എന്ന് പറയാൻ കാരണം? അന്ന് സൈന്യം, ഇസ്ലാമിക സൈന്യം അവിടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഒരു രൂപത്തിൽ ദീൻ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അന്ന് ബദർ സൈന്യത്തിന് അല്ലാഹുവിന്റെ സഹായത്തോടുകൂടെ ശത്രുപക്ഷത്തിനെ തുരത്താൻ വേണ്ടി സഹായിച്ചുകൊണ്ട് ബദരീങ്ങൾ വിജയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ രൂപത്തിൽ ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബദർ ദിനത്തിന് റമദാൻ 17 ബദർ ദിവസം സംഭവിച്ച ദിവസത്തിന് യൗമുൽ ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കപ്പെട്ട ദിവസം എന്ന പേര് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്, ഒരു അനുസ്മരിക്കപ്പെടേണ്ട ദിവസമാണ് മഹാന്മാരായ ബദരീങ്ങളുടെ ദിവസമാകുന്ന ബദർ സംഭവിച്ച റമദാൻ 17 എന്നുള്ളത്. ബദറിലേക്ക് നമ്മൾ ഓരോ സംഗതികളും എടുത്തു നോക്കുകയാണെങ്കിൽ ആൾബലത്തിൽ ശത്രുപക്ഷത്തിന്റെ 2 ഇരട്ടി കുറവാണ് മുസ്ലിം സൈന്യത്തിൽ.
എന്നാൽ ബദറിൽ അല്ലാഹു തആല അവരെ സഹായിച്ചു. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇദ് തസ്തഗീസൂന ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. നബിയേ, തങ്ങൾ നമ്മളോട് സഹായം തേടിയത് തങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ ബദറിൽ സഹായം തേടിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകി. ബിഅന്നീ മുമിദ്ദുകും ബിഅൽഫി മിനൽ മലായിക മുർദിഫീൻ. തുടരെയുള്ള 1000 മലക്കുകളെ അയച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ? അതിൽ അല്ലാഹു തആല ആൽബനം കുറഞ്ഞ ബദരീകളെ മലക്കുകളെ കൊണ്ട് സഹായിച്ചു. ഭൗതിക വിഭവങ്ങളും ബദറിൽ കുറവായിരുന്നു. മുസ്ലിം സൈന്യത്തിന്റെ അടുത്ത് ആയുധങ്ങൾ കുറവായിരുന്നു. അവർക്ക് വെള്ളമുണ്ടായിരുന്നില്ല. അതിനും അല്ലാഹു തആല സഹായം നൽകി. അതല്ലേ ഖുർആനിൽ പറയുന്നത്, യുഗശീകുമുന്നാസ അമനതൻ وينزل عليكم من السماء ماء ويطهركم به. തങ്ങൾക്ക് നിർഭയത്വമായി കൊണ്ട് നിങ്ങൾക്ക് ഉറക്കിനെ നൽകിയത് നിങ്ങൾ ഓർക്കുന്നില്ലയോ? ആകാശത്തിൽ നിങ്ങൾക്ക് വേണ്ട വെള്ളം ഇറക്കി തന്നത് തങ്ങളെ ഓർക്കുന്നില്ലയോ? ചരിത്രം നോക്കിയാൽ അറിയാം, തലേ ദിവസം ശത്രുപക്ഷത്തിന്റെ സൈന്യത്തിന്റെ വലുപ്പം കണ്ട് ബേജാറായി ഇരിക്കുന്ന സ്വഭാവത്തിൽ അല്ലാഹു തആല തലേന്ന് രാത്രി നല്ല ഒരു ഉറക്ക് നൽകുകയാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റ് നല്ല ഉന്മേഷത്തോടുകൂടെ ശത്രുപക്ഷത്തിനോട് അവിടുന്ന് പോരാടുകയാണ്. അതുപോലെ തന്നെ ശത്രുക്കള് പല നിലക്കും മുസ്ലിം സൈന്യത്തിന് ഭയപ്പെടുത്താനുള്ള മാർഗങ്ങൾ നോക്കി. എന്നാൽ അല്ലാഹു തആല അതിന് പരിഹാരം നൽകി. അല്ലാഹു പറയുകയാണ്, സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറൂ റുഅബ്. നമ്മുടെ ശത്രുക്കളായ ആളുകളുടെ ഹൃദയത്തിൽ ഭയത്തിനെ നമ്മൾ ഇട്ടുകൊടുക്കും. അല്ലാഹു തആല അവിടെ പറയുകയാണ്, ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹുവിൽ നിന്നുള്ള സഹായം ലഭിച്ചവരാണ് മഹത്തുക്കളായ ബദരീകൾ. ആ ബദരീകളെ മഹത്വം ആ ദിവസം പാടി പറയുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്നല്ല, അത് നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്യേണ്ട സംഗതിയാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാ തറുദ്ദൂന അഹ്ല ബദീൻ. ബദരീങ്ങൾ, നിങ്ങളിൽ നിന്നുള്ള ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ കണക്കാക്കുന്നത്? ഓർക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്ഥാനം എന്താണ്? റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, വകദാലിക മൻ ശഹീദ ബദറ മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ എന്ന് പറയുന്നതിൽ തന്നെ ബദരീങ്ങളുടെ മഹത്വം എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം റസൂൽ അലി റളിയല്ലാഹു അൻഹു പറയാൻ, എന്നെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഞങ്ങളോട് പറഞ്ഞു, റൗദത്തു ഖാഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. ഫൈന ബിഹാ വഈനത്തുൻ, അവിടെ ഒരു യാത്രക്കാരിയായ സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോടും സുബൈർ റളിയല്ലാഹു അൻഹുവിനോടും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റസൂൽ പറയാണ്, റൗദത്തു ഖാഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഈ യാത്ര ചെയ്യാൻ ഒരു സ്ത്രീ അവിടെ കാണാം. മഅഹാ കിതാബ്, ഒരു എഴുത്തുണ്ടാവും. ഫഖുദൂ മിൻഹാ, അപ്പോൾ അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 3 പേരും
ഞാനും കുതിരപ്പുറത്ത് നല്ല വേഗത്തിൽ കുതിരപ്പുറത്ത് പോയി. അങ്ങനെ ഞങ്ങള് അവിടെ എത്തി. ആ സമയത്ത് അവിടെ ഞങ്ങൾ ആ സ്ത്രീയെ കണ്ടു. ഞങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, ആ സ്ത്രീ ചിന്തിച്ചാണ് പറഞ്ഞു നിങ്ങളെടുത്തുള്ള എഴുതി. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു കിതാബ് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങള് നിങ്ങളുടെ വസ്ത്രം അയച്ച് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു. വസ്ത്രത്തിലൊക്കെ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ആ സ്ത്രീ പേടിച്ചു. ആ സ്ത്രീ അവിടുന്ന് ഒരു കിതാബ് എടുത്തു. ആ കിതാബുമായി ആ എഴുത്തുമായി ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. ആ കിതാബിലുള്ളത് മഹാനായ ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ആ സഹാബിയിൽ നിന്നുള്ള എഴുത്താണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് നടന്ന ചില കാര്യങ്ങൾ അത് ശത്രുക്കളായ ഖുറൈശികളായ ശത്രുക്കൾക്ക് മഹാനായ ഹാത്തിം ഇബ്നു അബീ ബൽതഅ അറിയിച്ചു കൊടുത്തതാണ് ആ രേഖയിലുള്ളത്. ഇതൊന്നും കേട്ടപ്പോൾ ഇതൊന്നും കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഹാത്തിം മാ ഹാദാ, ഓ ഹാത്തിമേ എന്താണ് ഈ കാണുന്നത്? റസൂലുള്ളാഹിയുടെ ഹബീബ ഹാത്തിം ഇബ്നു അബീ ബൽതഅ പറയാൻ, ഞാൻ ഇത് എന്റെ വിശ്വാസത്തിൽ കളങ്കം വന്നതുകൊണ്ട് ചെയ്തതല്ല, മറിച്ച് എന്റെ കുടുംബവും എന്റെ ബാക്കിയുള്ളവരൊക്കെ അവിടെ മക്കയിലുണ്ട്. ഞാൻ മക്കക്കാരനല്ല. അതുകൊണ്ട് എന്റെ ഞാനും എന്റെ ജീവൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സംരക്ഷണം ലഭിക്കാൻ വേണ്ടി അവിടെ ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറയുന്നു. സമ്മതം നൽകണം, ഈ മുനാഫിഖിന്റെ സ്ഥലം ഞാൻ എടുക്കാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, ഇന്നഹു റസൂലുള്ളാഹി പറയാണ്, ഇന്നഹു ഷഹീദ ബദറാ, ഹാത്തിം ഇബ്നു അബീ ബൽതഅ ബദറിൽ പങ്കെടുത്ത ആളാണ്. ഉമർ പറയാണ്, വമാ യുദ്രീക, ഉമറേ നിങ്ങൾക്കറിയില്ലേ, ലഅല്ലല്ലാഹു ഇത്തല അലാ മൻ ഷഹീദ ബദറാ, ബദറിൽ പങ്കെടുത്ത ആളുകളുടെ മേൽ അല്ലാഹു തആല വഴിയായി അല്ലാഹുവോട് പറയും, നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. എന്ന് പറയുകയാണ്. ഇതാണ് ബദരീകളുടെ മഹത്വം. ആ ബദരീ മഹത്തുക്കളായ ബദരീകളെ ലോകത്ത് വേറെ ഒരാൾക്കും അല്ലാഹു തആല ദോഷം മൊത്തം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ഓഫർ, ഒരു പ്രഖ്യാപനം ആർക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ തൃപ്തി പൂർണ്ണമായി ലഭിച്ചവരാണ് ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ മഹത്വം അത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം. അതോടൊപ്പം റമദാൻ 17 അവരെ മഹത്വങ്ങൾ പറയുകയും ആ ദിവസത്തിൽ ആ ബദറിനെ ആലോചിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കല് മുഅ്മിനിന്റെ കടമയാണ്. ഇമാം ബൈഹഖി പറയുന്നത് കാണാം, കാന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു യുഅദ്ദിമു സാബിഅത അശറ വയഖൂലു ഹിയ വഖഅതു ബദർ. ആനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു സ്വഹാബികളിലെ പ്രമുഖനാണ്. മഹാനവറുകൾ അവിടുന്ന് പറയാണ്, മഹാനവറുകളുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ റമദാൻ 17 ആയി കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു ദിവസത്തിന് വളരെ വലിയ പ്രാമുഖ്യം നൽകും. അതിന് വളരെ മഹത്വത്തോടുകൂടെ മഹാനവറുകൾ കാണും. മറ്റൊരു ഹദീസിൽ മഹാനായ ഖുദരി റളിയല്ലാഹു പറയുന്നത് കാണാം, അന്നഹു കാന യുഹ്ദി ലൈലത 17 മിൻ ശഹ്രി റമദാൻ.
എന്ന് പറഞ്ഞാൽ ഇന്ന് മഗ്‌രിബോടുകൂടെ ഞങ്ങൾ കടക്കുന്ന രാവ്, ആ രാവ് ഹയാത്താക്കുമായിരുന്നു. ചില മഹാന്മാരായ പണ്ഡിതന്മാര് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്നത് കാണാം, ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് റമദാൻ 17 രാവ് എന്ന്. അത് മഹാന്മാർ പറഞ്ഞതിന് അപ്പുറം മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സുബിരി റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റമദാൻ 17 രാത്രി യുഹ്യി അവരെ ഹയാത്താക്കുമായിരുന്നു. എന്നിട്ട് നേരം വെളുത്താൽ ഉറക്കമൊഴിച്ചതിന്റെ ഒരു അടയാളം മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുഖത്ത് കാണാമായിരുന്നു എന്ന് മഹാനായ സുബിരി ഇമാം റളിയല്ലാഹു പറയുന്നത് കാണാം. ആ മഹാനായ അവരെ ഉദ്ദേശിച്ച് പറയാണ്, അവര് 17 ദിവസമായി അതിന് വലിയ മഹത്വം ഇത് ബദർ സംഭവിച്ച ദിവസമാണ്. സ്വഹാബികൾ തന്നെ ബദരീങ്ങളെ നേർച്ച നടത്താനും ബദരീങ്ങളെ മഹത്വങ്ങൾ പാടി പറയാനും ബദരീങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും പ്രത്യേക ദിവസത്തിൽ തന്നെ സന്തോഷിക്കാനുള്ള തെളിവ് നമുക്ക് സ്വഹാബികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിക്ക് നല്ല മഹത്വമുണ്ട്. നാളത്തെ പകലില് ബദരീങ്ങളെ മഹത്വം പാടി പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ യാസീൻ ഓതിക്കൊണ്ട് അവർക്ക് ഹദിയകൾ സമർപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊണ്ട് ആ ദിവസത്തിനെ ധന്യമാക്കാൻ ശ്രമിക്കണം. നമ്മളെ പള്ളിയിൽ നാളെ അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. അല്ലാഹു തആല ആ ഒരു നേർച്ചയും അനുബന്ധ പരിപാടികളെല്ലാം കാരണം ബദരീങ്ങളെ മദദ് നമ്മുടെ ഈ സ്ഥാപനത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സദസ്സ് അല്ലാഹു തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ തറസിലാക്കിയിട്ടുള്ള തറസിൽ വെയിറ്റ് മാത്രം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ തകണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗ്ഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാം തുണറബ്ബന കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാം തുണറബ്ബന لا إله إلا الله لا إله إلا الله محمد الله ذكر صلاة നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണറബ്ബന സന്താന സൗഭാഗ്യത്തിലും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും ബദരീങ്ങളാൽ തുണറബ്ബന ലാ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بشر പ്രമേഹം ശുദ്ധരതും അഹ്ജാക്ക് ക്യാൻസർ മുഴുവനും ശിഫതൻ ദീർഘായുസ്സിലും ബദരീങ്ങളാം തുണറബ്ബന ശ്രവണം
കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലോ ബദരീങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദന്നവസൂരിയും മറ്റുള്ള തീരമടങ്ങലും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈക് ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗതദ്കൂരിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരമുള്ള ഈവനാട്ടുവൽ ബദരീങ്ങളാത്തുണ റബ്ബനാ ദാഹമൗതദ്കൂരിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരമുള്ള ഈവനാട്ടുവൽ ബദരീങ്ങളാത്തുണ റബ്ബനാ ദാഹമൗതദ്കൂരിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരമുള്ള ഈവനാട്ടുവൽ ബദരീങ്ങളാത്തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ ഞങ്ങൾ ഇത്ര നേരം ഈ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് നിന്റെ മഹത്തായ ഈ ഒരു സദസ്സിൽ പങ്കെടുത്തു ഇൽമിന്റെ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ കബൂലാക്കണം അല്ലാഹ്. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ റമദാൻ കഴിയുമ്പോഴേക്കും ഞങ്ങളെ ഈമാനിൽ എന്തെങ്കിലും ഒരു വർദ്ധനവ് നീ നൽകണം അല്ലാഹുവേ. റമദാൻ വന്നിട്ട് ഒരു പുരോഗതിയും ലഭിക്കാത്ത മനുഷ്യർക്ക് റസൂൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാഹ്. ഈ റമദാൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ ഈമാനിൽ പുരോഗതി നൽകണം അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ പുതിയതായ ഒരു അമൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു പതിവ് ഈ റമദാനോടുകൂടെ ഞങ്ങൾക്ക് നൽകണം അല്ലാഹുവേ. റമദാനിലെ പവിത്രമായ പകുതി ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയി അല്ലാഹുവേ. ഞങ്ങളുടെ നാട്ടിൽ നോക്കുകൾ സ്കരിച്ച നിസ്കാരങ്ങൾ എത്രത്തോളം നിന്റെ അടുക്കൽ സ്വീകാര്യമാണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ. നിന്റെ മഹ്ദൂദ് ഫضലുകളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് ഞങ്ങളെ ഇബാദത്തുകളൊക്കെ നിന്റെ സ്വാലീഹങ്ങളായ അടിമകളുടെ ഇബാദത്തുകൾ നീ കൈനീട്ടി സ്വീകരിക്കുന്നത് പോലെ നീ ഏറ്റെടുക്കുന്നത് പോലെ ഞങ്ങളെ ഇബാദത്തുകളെ നീ ഏറ്റെടുക്കണമല്ലോ അല്ലാഹുവേ. റമദാനിൽ പവിത്രമായ ഇനി പവിത്രമായ ദിനരാത്രങ്ങളാണ് ഞങ്ങൾക്ക് വരാനുള്ളത്. ആ ദിനരാത്രങ്ങളെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഞങ്ങളെല്ലാവരുടെയും ഈമാനിനെ നിലനിർത്തണം അല്ലാഹ്. ഞങ്ങളെ ചുറ്റുപാടുകളിൽ ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് അനാചാരങ്ങൾ, അനാശാസ പ്രവർത്തനങ്ങൾ, ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ
ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഒരുപാട് മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ദീനിൽ നിന്ന് പരസ്യമായി ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളും പ്രവൃത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളെ ഈമാൻ തെറ്റിപ്പോകുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല. മരിക്കുന്നത് വരെ ഞങ്ങൾ ഈമാനെ നിലനിർത്തി തരണോ. നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന ബദരീങ്ങളുടെ മഹത്തായ അനുസ്മരണ സദസ്സ്, അതിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഒരുപാട് സംഖ്യകൾ നേർച്ചയാക്കിയിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാം അല്ലാഹുവേ ബദരീങ്ങളെ മഹത്വം കൊണ്ട് ബദരീങ്ങളെ പോലീസ് കൊണ്ട് എല്ലാം നീ നിറവേറ്റി കൊടുക്കണമല്ലോ. അതിൽ നിന്ന് രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണമല്ലോ. അവരുടെ എല്ലാ രോഗങ്ങളും നീ അകറ്റണമല്ലോ. ബദരീങ്ങളെ മഹത്വം കൊണ്ട് ഞങ്ങൾ ആരും ബദരീങ്ങളെ കുറിച്ച് പറയാൻ പോലും അർഹരല്ല. മഹത്വം കൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇവിടെ പറഞ്ഞത് കേട്ടതിന്റെ മഹത്വം കൊണ്ട് അതിന്റെ പോലീശ കൊണ്ട് ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ എല്ലാം നീ കഴുകിക്കളയണമല്ലോ. ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലൊക്കെ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം ബദരീങ്ങളെ മഹത്വം കൊണ്ട് നീ എടുത്തു മാറ്റണമല്ലോ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിലെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ദിനേന സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കാർക്കും നിന്റെ ലിഖയല്ലാതെ നിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമല്ലോ. ഈ സ്ഥാപനത്തിലെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലെത്തിക്കണമല്ലോ. ഈ ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം വിതറുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അതേ രൂപത്തിൽ നിലനിർത്തുന്ന ഒരു ദീനിന്റെ സംരംഭമായി, ദീനിന്റെ കെടാവിളക്കായി ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിൽ നീ നിലനിർത്തണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. ഈ പള്ളിയിലെ ജമാഅത്തിൽ സ്ഥിരമായി പങ്കെടുത്തവരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈ സ്ഥാപനത്തിന് തുടക്കം മുതൽ ഇതുവരെ സഹായിച്ചവരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണമെന്ന് അവർക്കും ഞങ്ങൾക്കൊക്കെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നൽകണമെന്ന് ആ ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഞങ്ങൾക്കൊക്കെ നൽകണമെന്ന്. അല്ലാഹുവേ, അവസാനം സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ആനന്ദമാകുന്ന നിന്നെ കാണുവാനുള്ള ഭാഗ്യം, നിന്റെ ലിഖാഹ് ദർശിക്കുവാനുള്ള ഭാഗ്യം പാപികളായ ഞങ്ങൾക്കും ഞങ്ങൾ പറയപ്പെട്ടവരെല്ലാവർക്കും നീ നൽകണം. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചു പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള മുഖം കണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് അല്ലാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഓരോരുത്തരുടെ മനസ്സിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് നീ പരിഹാരം നൽകണമെന്ന്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എല്ലാം നീ അറിയുന്നവനാണ്. എല്ലാ ആഗ്രഹങ്ങളും ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് നിറവേറ്റി തരണമെന്ന്. ഖൈറിന്റെ ഫത്ഹിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരണമെന്ന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമെന്ന്. പ്രതികൂലമാക്കല്ല അല്ലാഹ്. ഈ റമദാൻ കൊണ്ട് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമെന്ന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارفعنا أيدينا راجين راغبين
متوسلين بأصحاب البدرين فلا تردنا خائبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم.